ഓക്കെ, ജാവാസ്ക്രിപ്റ്റും അതുപോലെ തന്നെ HTML CSS മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പെയിൻറ്റ് ആപ്ലിക്കേഷൻ പോലെയുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറിലായിരിക്കും വരുന്നത്. കാരണം ഡിഫോൾട്ടായിട്ടുള്ള ഒരു കളർ വേരിയബിൾ കൊടുത്തേക്കുന്നത് ബ്ലാക്ക് എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ സെലക്ട് ചെയ്യാം, വരയ്ക്കാം. പിന്നെ ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇത് ക്ലിയർ ബട്ടൺ അമർത്തിയാൽ ഇത് ക്ലിയർ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സിമ്പിളാണെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇത് അല്പം പ്രയാസമായിരിക്കും. കാരണം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആകെ എൻ്റെ ഫയൽസ് ഞാൻ കാണിക്കാം. ഇത് ഒന്നും അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ ആയിരിക്കും. അതേസമയം നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സംഭവമായിട്ട് അവർക്ക് തോന്നാം. എന്തായാലും ഈ ഒരു സംഭവം എങ്ങനെയാണ് വർക്കാകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോയിൽ പക്ഷേ അധികം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ക്ലിയർ ബട്ടൺ എങ്ങനെയാണ് വർക്കാകുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഓരോ ബട്ടനെ അമർത്തുമ്പോഴും ആ കളർ എങ്ങനെ സെലക്ട് ആകും, വളരെ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ 2 ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഇത് വർക്കാകുന്നതെന്ന് നോക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം വളരെ നമ്മൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നോക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത് പാടുള്ള സംഭവമാണ്. ഞാനും ഇത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഈ ക്ലിയർ ബട്ടൺ എങ്ങനെയാണ് വർക്കാകുന്നതെന്ന് അത് നോക്കാം. അപ്പോൾ അതിനുള്ള HTML ഫയൽസിൻ്റെ ഈ ക്ലിയർ ബട്ടൺ വന്നിരിക്കുന്നതിൻ്റെ ഇവിടെയാണ് ഒരു ബട്ടണാണ്. ആ ബട്ടനകത്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണിത്. ക്ലിയർ ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലിയർ ബട്ടനെ അമർത്തുമ്പോൾ ഓൺ ക്ലിക്ക് എന്താണ് ക്ലിയർ ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓടും. അപ്പോൾ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അത് ഈ ജാവാസ്ക്രിപ്റ്റ് ഫയലിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഓക്കെ ഈ ഫംഗ്ഷനാണിത്, ഫംഗ്ഷൻ ക്ലിയർ ക്യാൻവാസ്. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ CTX എന്ന് പറയുന്ന ഒരു സംഭവത്തിന് എടുത്തിട്ട് അതിനകത്ത് ഈ ക്ലിയർ റെക്റ്റ് എന്നുള്ള ഈ ഒരു ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് എനിക്കറിയില്ല, എന്തായാലും ഈ ഒരു ഫംഗ്ഷൻ ഓടിക്കുക എന്നുള്ളതാണ്. ഈ ക്ലിയർ റെക്റ്റ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിലുള്ള ഒരു ഫംഗ്ഷനാണ്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, ഇവിടെ mozilla.org എന്നുള്ള വെബ്സൈറ്റിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ റെക്റ്റ് മെത്തേഡ് സെൻസ് ദ പിക്സൽ ഇൻ റെക്റ്റാങ്കിൾ ഏരിയ ടു ട്രാൻസ്പാരൻറ്റ്. നമ്മൾ അതിന് ഇങ്ങനെ 000 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് എംറ്റി ആയിട്ട് മാറും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണാം. ഇവർ ആദ്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇത്രയുള്ള റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിന് CTX എന്ന് പേര് കൊടുത്തിട്ട് അതിനകത്ത് ചുമന്ന കളർ നിറച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ക്ലിയർ റെക്റ്റ് എന്നുള്ള പേരിൽ കുറേ ഇത്രയും സംഭവം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത്രയേ ഉള്ളൊരു ഏരിയ എന്താണ് വെള്ളയായിട്ട് മാറി. ഇവിടെ 40 പിക്സൽ എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും ദൂരം നിന്നുള്ള ദൂരമാണ്. അതുപോലെ തന്നെ അടുത്ത 40 എന്ന് പറയുന്നത് മുകളിൽ നിന്നുള്ള ദൂരമാണ്. പിന്നെ വിഡ്ത്തും ഹൈറ്റുമാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടും 0 കൊടുത്തിട്ട് ഈ വാല്യൂ ഈ 300 150 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ള് വൈറ്റ് ആയിട്ട് മാറുന്നതാണ്. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഈ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഏരിയ മുഴുവൻ എംറ്റി ആക്കി മാറ്റുന്നു എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടത്തുനിന്ന് 0 തൊട്ട് മുകളിൽ നിന്ന് 0 തൊട്ട് ഇത്രയും ഏരിയ വൈറ്റ് ആക്കി മാറ്റി ഈ ഒരു ഫംഗ്ഷൻ ഓടിച്ചപ്പോൾ. അപ്പോൾ ഫിൽ റെക്റ്റ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഓടിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ സ്റ്റൈൽ കൊടുത്തിട്ട് ആ സ്റ്റൈൽ റെഡ് കളർ ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. അത് ഈ ഫംഗ്ഷൻ ഓടിച്ചപ്പോൾ അത് എംറ്റി ആയെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഓടുന്നു, ഇടത് സൈഡിൽ 0 തൊട്ട് മുകളിൽ 0 തൊട്ട്, അതായത് ഫുൾ ഏരിയ വരും. ഇനി വൈറ്റ് കളർ ആക്കേണ്ട സ്ഥലത്തിൻ്റെ ലെങ്തും വിഡ്ത്തുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്യാൻവാസ് ഡോട്ട് വിഡ്ത്തും ക്യാൻവാസ് ഡോട്ട് ഹൈറ്റുമാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ക്യാൻവാസ് ഏരിയ എന്ന് പറയുന്നത് ID ക്യാൻവാസ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്പർ കൊടുക്കാതെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്പർ കൊടുക്കാതെ ഇവിടെ നേരിട്ട് ആ ഒരു വേരിയബിൾ അങ്ങ് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം എങ്ങനെയാണ് ക്ലിയർ അമർത്തുന്ന ഉടനെ അത് മൊത്തം ക്ലിയർ ആകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഒരു പാർട്ട് കൂടെ പറഞ്ഞിട്ട് വീഡിയോ നിർത്തുന്നതാണ്. നമ്മൾ ഈ ഓരോ ഈ കളറിലും ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കളർ വേരിയബിളിൻ്റെ ആ വേരിയബിൾ മാറണം,
അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി വീണ്ടും HTML എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോ ബട്ടണാണെന്ന് മനസ്സിലാക്കി. ഓരോ കളറും ഓരോ ID കൊടുത്തിരിക്കുകയാണ്, അതിന് ഓരോ കളർ കൊടുത്തിരിക്കുകയാണ്. അതിൽ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോഴെല്ലാം ഓടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് കളർ എന്ന് പറയുന്ന ഒരേ ഒരു ഫംഗ്ഷനാണ് ഓടുന്നത്. അതിൻ്റെ പാരാമീറ്റർ മാത്രം ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ പാരാമീറ്ററാണ്. ഈ ഒരു വേരിയബിൾ നമ്മൾ അതിനകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചേഞ്ച് കളർ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്കാവുന്നത്. അപ്പോൾ ചേഞ്ച് കളർ എന്നുള്ളൊരു ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിൽ പോയി നമുക്ക് നോക്കാം. ഇത് വളരെ ചെറിയൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ചേഞ്ച് കളർ, ന്യൂ കളർ എന്ന് പറയുന്നത് നമ്മൾ ഓരോന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴും അതിനകത്ത് പാരാമീറ്റർ വരുന്ന ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ന്യൂ കളർ എന്നുള്ളത് ബ്ലാക്കാണ് ഇതിനകത്തേക്ക് ഫീഡാകുന്നത്. അപ്പോൾ അന്നേരം സംഭവിക്കുന്നത് കാരണം കളർ എന്ന് പറയുന്ന വേരിയബിൾ മാറി ന്യൂ കളറായിട്ട് മാറും. അതായത് കളർ എന്നുള്ള ഈക്വൽ ബ്ലാക്ക്, കളർ ഈക്വൽ ബ്ലൂ അങ്ങനെ മാറുന്നതാണ്. ഇത്രേ സംഭവം ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ കളർ വേരിയബിളാണ് ഇവിടെ ഓടുന്നത്, താഴെ ഓടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കളറിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രയാസമുള്ള കാര്യമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ വരയ്ക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിന് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കമ്പ്യൂട്ടറിലാകുമ്പോൾ ഡെസ്ക്ടോപ്പിലാകുമ്പോൾ ക്ലിക്കാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ അത്രയും റെക്കോർഡ് ചെയ്യണം. ഇനിയിപ്പം മൊബൈൽ ഫോണിലാണെങ്കിൽ നമ്മൾ ടച്ച് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അത് 2 കാര്യങ്ങളും ഇതിനകത്ത് ഇവർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ടച്ചിൻ്റെ അതുപോലെ തന്നെ ക്ലിക്കിൻ്റെയും ഇത് കണ്ടോ, ഇവിടെ നോക്കി ആഡ് ഈവൻറ്റ് ലിസണർ, ടച്ച് സ്റ്റാർട്ട്, ടച്ച് എൻഡ്, ടച്ച് ക്യാൻസൽ, ടച്ച് ലീവ്, അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം, ഇതൊക്കെ ഇപ്പം പ്രയാസമുള്ള ഫങ്ഷൻസാണ്. ഇതൊക്കെ നല്ല പ്രയാസമുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാവുന്നതാണ്.